ഇന്നലെ ഞാനൊരു വീഡിയോ കാണാനിടയായി. അത് വളരെയധികം സ്വാധീനിച്ച ഒരു വീഡിയോ ആയിരുന്നു. അത് ഒറിജിനൽ വീഡിയോ ആണോ അതോ ആരെങ്കിലും ഉണ്ടാക്കിയെടുത്ത ഒരു വീഡിയോ ആണോ എന്ന് എനിക്കറിയില്ല. എങ്കിലും അതിലെ ആശയം വളരെയധികം എന്നെ സ്വാധീനിച്ചു. നിങ്ങളുമായിട്ട് ഞാനത് പങ്കുവയ്ക്കട്ടെ. ഹോട്ടൽ നടത്തുന്ന ഒരു മനുഷ്യൻ എല്ലാ ദിവസവും ആഹാരം തയ്യാറാക്കുന്നത് പോലെ ഒരു ദിവസം അദ്ദേഹം ആഹാരം തയ്യാറാക്കി. സാധാരണ എല്ലാ ദിവസവും ഒരുപാട് പേര് വന്ന് ആഹാരം കഴിക്കുന്ന ഹോട്ടലാണ്. എന്നാൽ ആ ദിവസം ആളുകൾ ആരും വരാതെ വളരെയധികം വിഷമിച്ച് അദ്ദേഹം ഇരിക്കുകയായിരുന്നു. ഒരു മനുഷ്യൻ പോലും അദ്ദേഹത്തിന്റെ ഹോട്ടലിലേക്ക് വന്നില്ല. റോഡിന്റെ തൊട്ടടുത്തായിട്ടാണ് അദ്ദേഹത്തിന്റെ ഹോട്ടൽ. അതുകൊണ്ട് തന്നെ ദൂരയാത്രകൾ പോകുന്ന വലിയ വാഹനങ്ങളിലൊക്കെ വരുന്നവരൊക്കെ സാധാരണ അവിടെ ഇറങ്ങി ആഹാരം കഴിക്കുന്നത് പതിവാണ്. അതുപോലെ തിരക്കുണ്ടാകും, ആളുകൾ വരും എന്നുള്ള പ്രതീക്ഷയോടുകൂടെ അദ്ദേഹം സകല സാധനങ്ങളും ഉണ്ടാക്കി തന്റെ ഹോട്ടലിലേക്ക് വരുന്ന ആളുകളെയും കാത്തിരിക്കുകയായിരുന്നു. സമയം ഒത്തിരി കഴിഞ്ഞുപോയി. സമയം കഴിയുന്തോറും ഇദ്ദേഹത്തിന് നിരാശ കൂടിക്കൂടി വന്നു. കാരണം ആളുകൾ ആരും വരുന്നില്ല. അദ്ദേഹം വളരെ നിരാശനായി തന്റെ ഹോട്ടലിന്റെ മുൻപിലായിട്ട് ആൾക്കാർക്ക് ഇരിക്കുവാനിരിക്കുന്ന ചെയറിൽ അദ്ദേഹം വന്നിരുന്ന് തന്റെ രണ്ട് കരങ്ങളും എടുത്ത് ടേബിളിന്റെ മുകളിലേക്ക് വെച്ച് അദ്ദേഹം ചിന്തിക്കുകയായിരുന്നു. ഞാൻ വളരെയധികം അധ്വാനിച്ചു, വളരെയധികം ആഹാരം ഉണ്ടാക്കി, എന്നിട്ടും അത് കഴിക്കുവാൻ ആരും വന്നില്ല. കുറച്ച് സമയം കൂടെ കഴിയുമ്പോൾ ഹോട്ടൽ അടയ്ക്കേണ്ട സമയമായി. അതുകൊണ്ട് തന്നെ ഈ ആഹാരമെല്ലാം ഇന്ന് കളയേണ്ടതായിട്ട് വരും. കാരണം ഒരിക്കലും നാളെ ഈ ആഹാരം ഉപയോഗിക്കാനായിട്ട് കഴിയുകയില്ല. എന്ത് ചെയ്യും? വളരെ പ്രയാസപ്പെട്ട് ഇരിക്കുന്ന ആ അവസ്ഥയിൽ, ഹൃദയം നുറുങ്ങിയിരിക്കുന്ന അവസ്ഥയിൽ അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ, എന്റെ ഈ അവസ്ഥ അങ്ങ് കാണുന്നുവല്ലോ. ഈ അവസ്ഥയിൽ കർത്താവെ, അങ്ങ് പ്രവർത്തിക്കണമേ, എന്നെ സഹായിക്കണമേ. അദ്ദേഹം ഇങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് എങ്ങനെയാണെന്നറിയില്ല, ഒരു വലിയ വാഹനം ആ ഹോട്ടലിന്റെ പാർക്കിംഗ് ഏരിയയിലേക്ക് കടന്നു വരുന്നു. ആ വാഹനത്തിന്റെ മുൻപിലായിട്ട് അടുത്തും വലിയൊരു വാഹനം കടന്നു വരികയാണ്. അതിൽ നിന്ന് നിറയെ ആളുകൾ ഇറങ്ങുകയാണ്. ആ സമയത്തും ഈ മനുഷ്യൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ്. വന്ന ആളുകളിൽ ഒരാൾ വന്നിട്ട് ഇദ്ദേഹത്തെ തട്ടി വിളിച്ചു, ഞങ്ങൾക്ക് ആഹാരം എന്തെങ്കിലും ഉണ്ടോ? അദ്ദേഹം കണ്ണു തുറന്ന് നോക്കി. അദ്ദേഹം ഉണ്ടാക്കിയ ആഹാര സാധനങ്ങൾ മുഴുവനും കഴിച്ചു തീർക്കാനും ഇനി പാചകം ചെയ്യാനുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ആഹാരം ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കുവാനുമുള്ള വലിയൊരു ആൾക്കൂട്ടം ഇതാ വന്നിരിക്കുന്നു. ഒരു നിമിഷം ഒന്ന് അമ്പരന്ന് പോയെങ്കിലും അദ്ദേഹം ഉടൻ തന്നെ എഴുന്നേറ്റ് പോയി എല്ലാവർക്കും ആഹാരം വിളമ്പിക്കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു വീഡിയോ നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് പറയുന്ന ഒരു വലിയ കാര്യമുണ്ട്. ജീവിതത്തിലെ സകല പ്രതീക്ഷകളും നഷ്ടപ്പെടുമ്പോൾ, ഒരു സാധ്യതയുമില്ല എന്ന് നമ്മൾ കരുതുന്ന സമയത്ത് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമ്പോൾ ദൈവം നമ്മളെ സഹായിക്കുവാനായിട്ട് ഇറങ്ങി വരും. ഈ വീഡിയോ കണ്ടപ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്നും എനിക്കൊരു ഭാഗം ഓർമ്മ വന്നത് സങ്കീർത്തനം 145 18 മുതലുള്ള വാക്യങ്ങൾ. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. എങ്ങനെയെങ്കിലും വിളിച്ചപേക്ഷിക്കുന്നവർക്കല്ല ദൈവം അടുക്കൽ വരുന്നത്. ദൈവം സഹായിക്കുവാനായിട്ട് ഇറങ്ങി വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, സത്യമായി, ആത്മാവിലും സത്യത്തിലും, ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്നും, ഹൃദയ നുറുക്കത്തിൽ നിന്നും നമ്മൾ ദൈവത്തെ വിളിക്കുമ്പോൾ ദൈവം ഇറങ്ങി വരും. ഗോഡ് ബ്ലെസ് യു.